ഇത്തവണത്തെ IPL-ൽ ആകെ തകർന്നു നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഇന്നലെ കപ്പ് എടുത്തതുപോലെയുള്ള സന്തോഷമായിരുന്നു. 1 കോടി 10 ലക്ഷം കൊടുത്ത് അന്ന് 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെക്കനെ ടീമിലെടുത്തപ്പോൾ പലരും നെറ്റിച്ചുളിച്ചിരുന്നു. എന്നാൽ ആദ്യ കളിയിൽ നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് വൈഭവ് തന്റെ അരങ്ങേറ്റം കുറിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇപ്പോൾ 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി IPL-ൽ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഗുജറാത്തിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടിയ ഇന്നിംഗ്സിന് സമാനതകൾ ഇല്ല എന്ന് തന്നെ പറയാം. രാജസ്ഥാനെതിരെ 210 റൺസ് വിജയലക്ഷ്യം ഉയർത്തി മടങ്ങുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഗില്ലും ബട്ട്ലറും ഒന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. ഗുജറാത്ത് ബോളർമാരെ തലങ്ങും വിലങ്ങും ആട്ടിപ്പായിച്ച ഒരു 14-കാരന്റെ വിളയാട്ടമാണ് സ്റ്റേഡിയം പിന്നീട് കണ്ടത്. 17 പന്തിൽ 50 അടിച്ച വൈഭവ് 35 പന്തിൽ സെഞ്ചുറിയും കടന്നു. ലോക T20-ൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL-ലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി, ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗത്തിലുള്ള IPL സെഞ്ചുറി, അങ്ങനെ റെക്കോർഡുകൾ ഒരുപാടുണ്ട് ഇന്നലത്തെ ഇന്നിംഗ്സിന്. പേരുകേട്ട ഗുജറാത്ത് ബൌളിംഗ് നിരയെ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് തകർക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശി. പ്രസീദ് കൃഷ്ണയും റാഷിദ് ഖാനും കരീം ജാനത്തും എല്ലാം വൈഭവിന്റെ ബാറ്റിംഗിന്റെ ചൂടറിഞ്ഞു. വീൽ ചെയറിലിരുന്ന രാഹുൽ ദ്രാവിഡ് വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കമന്ററി പറയുന്നവർ ആവേശം കൊണ്ട് ചൂളമടിച്ചു. IPL-ലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറി ഏപ്രിൽ 28. 2008-ൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ച സമയത്ത് വൈഭവ് ജനിച്ചിട്ടില്ല. ടൂർണമെന്റ് ആരംഭിച്ചതിന് ശേഷം ജനിച്ച് IPL കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും ഇതോടെ വൈഭവിന് സ്വന്തമാണ്. 2019-ൽ 16 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോൾ RCB-ക്കായി അരങ്ങേറ്റം കുറിച്ച പ്രയാസ് റായ് ബർമന്റെ പേരിലായിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരന്റെ റെക്കോർഡ്. അണ്ടർ 19 ടെസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ പ്രകടനമാണ് വൈഭവിന് തുണയായത്. ഓസീസിനെതിരെ 58 പന്തിൽ സെഞ്ചുറി നേടിയതോടെ സൂര്യവംശിയെ രാജസ്ഥാൻ മാനേജ്മെന്റ് നോട്ടം വെച്ചിരുന്നു. അടുത്തിടെ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ബീഹാർ സമസ്തിപൂർ സ്വദേശിയായ വൈഭവ് 2024 ജനുവരി 5-നാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. രഞ്ജി ട്രോഫിയിൽ മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ 12 വയസ്സും 254 ദിവസവുമായിരുന്നു വൈഭവിന്റെ പ്രായം. ഇതോടെ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 4ാമത്തെ താരമായി വൈഭവ് മാറി. അലിമുദ്ദീൻ 12 വർഷവും 73 ദിവസവും, SK ബോസ് 12 വർഷവും 76 ദിവസവും, മുഹമ്മദ് റംസാൻ 12 വർഷവും 247 ദിവസവും. ഇവർ 3 പേരുമാണ് വൈഭവിനേക്കാൾ ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് കേരളത്തിൽ ആരാധകർ ഒട്ടേറെയാണ്. അത് ഷെയ്ൻ വാൻ എന്ന ലോകോത്തര താരം ആദ്യ സീസണിൽ ഉള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ്. പിന്നീട് സഞ്ജു സാംസൺ എത്തിയതോടെ മലയാളി ഫാൻസും വർദ്ധിച്ചു. ഇനി രാജസ്ഥാൻ ടീമിന്റെ ഫാൻ പവർ ഏറെ വലുതായിരിക്കും. എല്ലാ കളികളിലും വൈഭവ് ഇങ്ങനെ തിളങ്ങിയില്ലെങ്കിലും അയാൾ ഒരു താരമായി മാറിയിരിക്കും. ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു താരം. വൈഭവ് ക്രിക്കറ്റിൽ മാതൃകയാക്കേണ്ടത് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറെയാണ്. അത് ബാറ്റ് ചെയ്യുന്ന കാര്യത്തിലല്ല, കളിക്കളത്തിലും പുറത്തും ഒരു വളർന്നു വരുന്ന കളിക്കാരൻ എങ്ങനെ പെരുമാറണം, പ്രതികരിക്കണം എന്നതിന് സച്ചിനേക്കാൾ വലിയ മാതൃക വേറെയില്ല. ആ പാത പിന്തുടർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ തീർക്കാൻ ഈ കുഞ്ഞ് വൈഭവിന് കഴിയും.